ഹായ് ഓൾ. അപ്പോൾ നമുക്ക് എന്നുള്ളതൊരു ആൾട്രോസ് ആണ്. നമ്മളുടെ വണ്ടി വാഷ് ചെയ്യുമ്പോൾ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഫസ്റ്റ് ഉള്ളിലേക്കൊക്കെ വാക്യൂം ചെയ്ത് കളഞ്ഞ് ബോഡി വഴിക്കൊക്കെ ഒരു APC മൈക്രോഫൈബർ ക്ലോത്തും വെച്ച് തുടച്ച് എല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മാറ്റ് കുറച്ച് അഴുക്ക് കൂടുതലുള്ളതാണ് നമ്മളിപ്പോൾ ഡ്രില്ല് വെച്ച് ബ്രഷ് വെച്ചത്, അല്ലെങ്കിൽ നോർമലി പ്രഷർ വാഷർ ഉപയോഗിച്ച് വാഷ് ചെയ്താൽ പോകുന്നതാണ്. അതുപോലെ എലോയ് വീലും നമ്മൾ ഫുൾ ഫോം അടിച്ച് അതൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞ് ഒന്നും കൂടി ഫോം അടിച്ചിട്ടാണ് ഈ ഡ്രില്ല് വീണ്ടും ടയർമ വയ്ക്കുന്നത്. അത് കുറച്ച് അഴുക്കും ചെളിയും കൂടുതലുള്ളതുകൊണ്ടാണ് ചെയ്യണത്. എലോയ് വീൽ നമ്മളെ ബ്രഷ് വെച്ച് ക്ലീനാക്കി പിന്നെ ഫുൾ ബോഡി ഫോം അടിച്ചിട്ട് കുറച്ച് നേരം ഡേർട്ടൊക്കെ ഒന്ന് ലൂസ് ആവാൻ വെക്കും. എന്നിട്ടാണ് നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച് ഫുള്ളൊന്ന് കോണ്ടാക്ട് വാഷ് ചെയ്യുക. കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ഫുൾ റിൻസ് ചെയ്ത് കളയും. പിന്നെ വീണ്ടും അഴുക്കനുസരിച്ചിട്ടാണ് വീണ്ടും ഈ പ്രോസസ്സ് വന്ന് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കുള്ളൂ. ഫുൾ പിന്നെ സോപ്പൊക്കെ നമ്മൾ റിൻസ് ചെയ്ത് കളഞ്ഞ് മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച് ഡ്രൈ ചെയ്യും, അല്ലെങ്കിൽ വാട്ടർ സ്പോട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി കുറച്ച് നാളായിട്ട് എടുക്കാണ്ടിരുന്നപ്പോഴുണ്ടാവും അതിനുള്ളൊരു മറ്റൊരു സ്മെല്ലുണ്ടായിരുന്നു. അത് കളയാനാണ് ഈ പണി ചെയ്യണം. എന്തിനാണ് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയണമെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി, ഞാൻ വേറെ വീഡിയോ ചെയ്യാം.